ഹായ്, ഇനി നിങ്ങളുടെ ജ്വല്ലറിയുടെ റേറ്റ് കാൽക്കുലേഷൻ വളരെ ഈസിയായി നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ടാബ് യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇതാണ് അതിനുള്ള ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതൊരു ഓഫ്ലൈൻ ആപ്ലിക്കേഷനാണ്. സോ നിങ്ങളുടെ ഡേറ്റ ആ ഒരു ഡിവൈസിൽ മാത്രമായിരിക്കും സ്റ്റോർ ആകുന്നത്. ഇത് ഓൺലൈനായി ഷെയർ ചെയ്ത് പോകാനോ മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാനോ സാധിക്കുകയില്ല. ഇതാണ് ആപ്ലിക്കേഷൻ. ഇവിടെ നമുക്ക് മെനുവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഐറ്റംസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ച് സാമ്പിൾസ് ഉണ്ട്. പുതിയ ഐറ്റം വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സപ്പോസ് ബേബി ചെയിൻ അത് ഓൾറെഡി ഉള്ളതിനെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏതാണോ വേണ്ടിയ ഐറ്റംസ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾറെഡി ഉള്ള ഐറ്റത്തിനെ വേണമെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്തിടാൻ ഇന്നാക്റ്റീവ് ആക്കാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റത്തിന് അതാണ് റേറ്റ് കാൽക്കുലേഷൻ ടൈമിൽ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ദിവസത്തെ റേറ്റ് സെറ്റ് ചെയ്യാനും ഓപ്ഷനുണ്ട്. ഇവിടെ പല പ്യൂരിറ്റീസിനനുസരിച്ച് റേറ്റ് സെറ്റ് ചെയ്യാം. 22 ക്യാരറ്റ്, 18 ക്യാരറ്റ്, 14, 9 സിൽവർ, പിന്നെ ടോട്ടലി ഉള്ള GST പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് അപ്ഡേറ്റ് ചെയ്യുക. നിലവിൽ ലാസ്റ്റ് ടൈം സെറ്റ് ചെയ്തിരിക്കുന്ന റേറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. സപ്പോസ് 14,750 ആണെങ്കിൽ അത് സെറ്റ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ടൈമിലേക്ക് അത് നമുക്കിവിടെ അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. $14,750 അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി റേറ്റ് കാൽക്കുലേഷനിൽ പോയി കഴിഞ്ഞാൽ റേറ്റ് കാൽക്കുലേറ്റർ എടുക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ ജ്വല്ലറിയുടെ നെയിം മേളിൽ കാണിക്കുന്നുണ്ട്. ഇത് ഒരു എൻട്രി നമ്പറാണ്. ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് കസ്റ്റമറുടെ നെയിമും ഫോൺ നമ്പറും കൊടുക്കാൻ ഓപ്ഷനുണ്ട്. അത് മാൻഡേറ്ററി അല്ല, അത് നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. കസ്റ്റമർ നെയിം കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഒരു എൻട്രി നമ്മൾ റീകോൾ ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് അവിടെ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് കസ്റ്റമറുടെ ബില്ലായിരുന്നു അല്ലെങ്കിൽ എന്നുള്ളത്. ഇനി ഇവിടെ നമുക്ക് ടുഡേയ്സ് റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തതനുസരിച്ച് ഇതിൽ നമുക്ക് പല മൾട്ടിപ്പിൾ ഐറ്റംസ് ഒറ്റ ബില്ല് ജനറേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. സോ ഞാൻ ഇവിടുന്ന് ഒരു ഐറ്റം സെലക്ട് ചെയ്യാണ്, ബാംഗിൾസ്. അതിൻ്റെ പ്യൂരിറ്റി ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ പ്യൂരിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ റേറ്റ് മാറുന്നുണ്ട്. ഞാൻ 22 ക്യാരറ്റ് തന്നെ ഇട്ടിട്ട് അതിൻ്റെ നെക്സ്റ്റ് എൻ്റർ കീ യൂസ് ചെയ്യുക. അവിടെ റേറ്റിലേക്ക് വന്നു. റേറ്റ് മാറ്റം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വെയിറ്റ് എത്രയാണെന്നുള്ളത് കൊടുക്കുന്നു. സപ്പോസ് 12.865 കൊടുത്തു. അതിൻ്റെ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റർ അടിക്കുക. വാല്യൂ ആഡഡ് നമുക്ക് പെർസെൻറ്റേജ് ആയിട്ടും ടോട്ടൽ ഒരു ലംസം എമൗണ്ട് ആയിട്ടും വേണമെങ്കിൽ കൊടുക്കാം. സപ്പോസ് ഒരു 10% VA കൊടുത്തെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റർ അടിക്കുക. സ്റ്റോൺ വാല്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഒരു 1,000 രൂപീസ് സ്റ്റോൺ വാല്യൂ ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ടോട്ടൽ എമൗണ്ട് വന്നു. അതിന് GST പെർസെൻറ്റേജ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ കാണിക്കുന്നുണ്ട്. GST എമൗണ്ട് എത്രയാണെന്നുള്ളത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വരും. ടോട്ടൽ എമൗണ്ട് വന്നു. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഓൾഡ് ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും പ്യൂരിറ്റി അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് പ്യൂരിറ്റിയിലുള്ളതാണ് ഓൾഡ് ഗോൾഡ്. അതിൻ്റെ വെയിറ്റ് നമുക്കിവിടെ ഒരു 2 ഗ്രാം ഓൾഡ് ഗോൾഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ വെയിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് കസ്റ്റം ചെയ്ത റേറ്റ് മാറ്റണമെങ്കിൽ നമുക്കിവിടെ മാറ്റാം. 2 ഗ്രാം തന്നെയാണ്, ഒരു 28,000 ആണ് ആപ്ലിക്കബിൾ ആകത്തുള്ളെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ ഓപ്ഷനുണ്ട്. ഇവിടെ എൻട്രി ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഐറ്റം ആ ലിസ്റ്റിലേക്ക് നിൽക്കുകയാണ്. ഇനി നെക്സ്റ്റ് അടുത്ത ഐറ്റം നമുക്ക് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഒരു റിങ്ങിൻ്റെ പ്യൂരിറ്റി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് റേറ്റ് അവിടെ വന്നു. ഞാനിവിടെ റേറ്റ് ചേഞ്ച് ചെയ്ത് കാണിക്കാം. പ്യൂരിറ്റി മാറി, റേറ്റ് മാറിയിട്ടുണ്ട്. ഒരു 5 ഗ്രാംസിൻ്റെ റിങ്ങാണ്. അതിൻ്റെ കാൽക്കുലേഷൻ വന്നു. അതിൻ്റെ വാല്യൂ ആഡഡ് ഒരു 5% കൊടുത്തു. നെക്സ്റ്റ് എൻ്റർ അടിച്ചു. സ്റ്റോൺ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ 0 ആക്കി കൊടുത്താൽ ബ്ലാങ്ക് ആക്കി ലീവ് ചെയ്താൽ മതി. നെക്സ്റ്റ് എൻ്റർ അടിച്ചു. GST പെർസെൻറ്റേജ് വന്നു. ഇവിടെ നമുക്ക് ഓൾഡ് ഗോൾഡ് ഒന്നുമില്ല. ആ ബില്ലിൽ ടോട്ടലി ഏതെങ്കിലും ഒരു ഐറ്റത്തിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾഡ് ഗോൾഡ് ടോട്ടൽ ഉള്ളത് എൻ്റർ ചെയ്താൽ മതി. ജസ്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ 2 ഐറ്റംസ് വന്നു. ഇങ്ങനെ എത്ര ഐറ്റംസ് വേണമെന്ന് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കൊടുക്കാം. അതിൻ്റെ നെറ്റ് ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്. അതർ ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. സപ്പോസ് ഒരു 500 രൂപീസ് അതർ ചാർജസ് ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ അതും കൂടി ആഡ് ആയിട്ടാണ് റിസീവബിൾ എമൗണ്ട് വരുന്നത്. ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കാം. ഈ എമൗണ്ടിൽ നമുക്കിപ്പം 176.07 നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്താൽ റൗണ്ടഡ് ഫിഗർ വന്നു. ഇതിനകത്തേക്ക് നമ്മൾ ഓൾഡ് ഗോൾഡ് കൂടുതലും നമ്മളുടെ ബിൽ എമൗണ്ട് കുറവാണെങ്കിൽ റിസീവബിൾ എമൗണ്ടിന് പകരം പേയബിൾ എമൗണ്ട് റെഡ് കളറിൽ ഇവിടെ കാണിക്കും. ഇത് നമുക്ക് ഇവിടുന്ന് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു എൻട്രി സേവ് ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് റെഫറൻസിന് നോക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻട്രി നമ്പർ 9 ആയിട്ടുണ്ട്. പിന്നീട് റെഫറൻസിന് നോക്കണമെങ്കിൽ നമുക്കറിയാനും പറ്റും. ഇവിടെ ടോപ്പ് റൈറ്റിൽ നമുക്ക് അതിൻ്റെ കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്കിതിനെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ റെക്കോർഡിങ്ങിൻ്റെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തപ്പോഴത്തേന് ഇതുണ്ട് എൻട്രി നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് 8 എന്നുള്ള. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടി. ഇവിടെ കസ്റ്റമറിൻ്റെ നെയിം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മൈ കസ്റ്റമർ
ഫോൺ നമ്പർ 1 2 3 4 5 6 നേരെ അപ്ഡേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ ലിസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇവിടെ നിന്ന് മൈ കസ്റ്റമറിൻ്റെ ബില്ല് കാണിക്കുന്നുണ്ട്. നേരത്തെ വേറെയുള്ള ബില്ലുകൾ, പ്രീവിയസ് ബില്ലുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇപ്പുറത്ത് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് ഹിസ്റ്ററി ആയിട്ടും കാണാൻ പറ്റും. ഈ ബില്ല് കാൽക്കുലേഷനും പോസിബിൾ ആയിരിക്കും. ഓക്കെ, ഇതിലിനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഇൻഫോ, ജസ്റ്റ് നമ്മളുടെ ആ ഡിവൈസിൻ്റെ ഇൻഫോസിൻ്റെ കാര്യങ്ങളുമാണ്. നമുക്ക് ഇത് മൾട്ടിപ്പിൾ ഡിവൈസസിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡാറ്റ ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട്. ഇത്രയാണ് ഈ ഒരു റേറ്റ് കാൽക്കുലേഷൻ്റെ ഡീറ്റെയിൽസ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസസിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.